അല്ല അങ്കിള് കേറുന്നില്ലേ? ഇല്ല മോളെ, അമ്പിളിയോടൊരു കാര്യം പറഞ്ഞിട്ട് വേഗം പോണം. എന്താ അങ്കിള്? അയാള് ഓഫീസിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, അവൻ ഇവിടെ വന്നതിന് ശേഷം തിരിച്ചങ്ങോട്ട് വന്നേയില്ല. പിന്നെ നമ്മുടെ അമ്പിളി രഘുവിനെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അമ്പിളി ഇങ്ങ് വന്നേ. എന്താ അമ്പിളി നിന്റെ ഉദ്ദേശം? രഘുവും ശബരി എങ്ങോട്ടാ പോയെന്നും എന്തിനാണ് പോയെന്നും നിനക്കറിയാവുന്നല്ലേ? അതെ, ഇതൊന്നും കുട്ടികളെയല്ല, ഒരു വലിയ ബിസിനസ് ഡീൽ ചെയ്യാൻ വേണ്ടി അവർ പോയിരിക്കുന്ന. അത് സക്സസ് ആവണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഭാര്യയായ നീ എന്താ ചെയ്തേ? ഞാനെന്ത് ചെയ്തങ്ങളെ? നീ ഒന്നും ചെയ്തില്ലേ? രഘുവിനെ വിളിച്ച് നീ എന്തൊക്കെ പറഞ്ഞേ? അവൻ കോവളത്ത് പോയത് ബിസിനസ്സിന് തന്നെയാണെന്ന് നിനക്ക് സംശയമുണ്ടല്ലേ? രഘുവിന്റെ കൂടെ ഉള്ളതേ ശബരിയ, നിന്റെ അനിയത്തിയുടെ ഭർത്താവ്. ഇനി അവനെ നിനക്ക് സംശയമുണ്ടോ? എടി, അവർ രണ്ടുപേരും അങ്ങോട്ട് അയച്ചത് ഞാനാ. അവരുടെ കൂടെ ഏതെങ്കിലും പെണ്ണുണ്ടോ എന്ന് നീ ചോദിച്ചാ അതിന് കൂട്ടുന്ന എന്റെ റോള് ഒരു പിമ്പിൻ്റെതാവും അല്ലേ? എന്താ അമ്പിളി ചേച്ചി ഇതൊക്കെ? ആ വിനയന്റെ വാക്കേട്ട് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് ശരിയാണെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ രഘുവേട്ടനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചേച്ചിക്ക് അത് നേരിട്ട് ചോദിച്ചൂടെ? ഇങ്ങനെ ഫോണിൽ വിളിച്ച ഒരാളെ ഇൻസൾട്ട് ചെയ്യണോ? ഞാൻ എന്റെ ഭർത്താവിനെ അല്ലേ ഫോണിൽ വിളിച്ചേ, അല്ലാതെ വേറെ ആരെയല്ലോ. ഞാൻ സംസാരിച്ചതൊക്കെ ദാസങ്കളിനെ വിളിച്ചു പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്തത് രഘുവേട്ടനല്ലേ? അവൻ എന്നെ വിളിച്ച് പറഞ്ഞതേ നീ ഒരു ആയുധമായിട്ട് എടുക്കണ്ട അമ്പിളി, മനസ്സിലായ? നിന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് മാത്രമേ അവൻ എന്നോട് പറഞ്ഞോളൂ. നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നീ മനസ്സിലാക്ക്. രഘുവിനെ ആവശ്യമില്ലാതെ നീ സംശയിച്ച അതെ നിങ്ങളുടെ കുടുംബത്തെ മൊത്തമായിട്ട് തന്നെ ഇല്ലാതാക്കും. തൽക്കാലം ഞാൻ അത്രേ പറയുള്ളൂ. വണ്ടിയെടുക്കും. എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? വിനയന് രഘുവേട്ടനോടുള്ള പക എത്രയാന്ന് ചേച്ചിക്ക് അറിയില്ലേ? എനിക്കതെല്ലാം അറിയാൻ ചേരൂ. എന്റെ മനസ്സിന്റെ വിങ്ങൽ ആർക്കും അറിയാത്തത് ഞാൻ എന്റെ ഭർത്താവിനെ ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ സംശയിക്കുമെന്ന് നിങ്ങൾ എല്ലാരും കരുതിയല്ലേ? ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ചേച്ചി രഘുവേട്ടനെ ഇത്ര സംശയിക്കാൻ എന്താ ചേച്ചി കാരണം? എന്ത് കാരണം? ഒരു കാരണവുമില്ല.